ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എത്തുന്ന ഇന്നത്തെ വനിതയിൽ അമിതമായ ടി വി കാഴ്ച കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അവർ കാണുന്നത് എന്തോ അത് അനുകരിക്കും. അവിടെ കാണുന്നത് വയലൻസ് ആണെങ്കിൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ വയലന്റ് ബിഹേവിയർ പ്രകടമാകും. ടി വി കാണാതിരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു മുതിർന്നവരുടെ അവസ്ഥ ഇതാണെങ്കിൽ കുട്ടികളുടെ അവസ്ഥ നമുക്ക് പറയാനേ മാറ്റി നിർത്താനേ സാധിക്കില്ല. സാധാരണ ഇപ്പൊ നമ്മുടെ ഡേ കെയർ സെന്റേഴ്സിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ദിവസേന 70% ഡേ കെയർ സെന്ററുകളിലാണ് ദിവസേന ടി വി കാണുന്നത്. അതുപോലെ തന്നെ മറ്റു കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ 900 മണിക്കൂറുകൾ കുട്ടികൾ സ്കൂളിൽ ചെലവാക്കുന്നുവെങ്കിൽ 1023 മണിക്കൂറുകളാണ് കുട്ടികൾ ടി വിക്ക് മുന്നിൽ ചെലവാക്കുന്നത്. ഈ കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈ വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ്. അതിനായി നമ്മോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റായ വിപിൻ ആണ്. നമുക്ക് അദ്ദേഹത്തെ വനിതയിലേക്ക് സ്വാഗതം ചെയ്യാം. വിപിൻ, വനിതയിലേക്ക്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ള, ശരിക്കും ടി വി നമ്മുടെ എല്ലാവരുടെ ഒരു കൺഫ്യൂഷനാണ്. ടി വി നല്ലതാണോ, കുട്ടിക്ക് അത് നല്ലതാണോ ചീത്തയാണോ? ശരിക്കും എന്താണ് ടി വി കുട്ടിക്ക് സമ്മാനിക്കുന്നത്, നല്ലതാണോ ചീത്തയാണോ? അത് ശരിക്കും ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. എങ്കിൽ പോലും അതിനകത്ത് നമുക്കൊരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ നല്ല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ആ നന്മ ഉള്ളത് കൊണ്ടാണല്ലോ ധാരാളം ടി വി ചാനലുകൾ ഉണ്ടാകുന്നതും കൂടുതലായിട്ട് പല പല പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി അല്ല മറ്റു പലതരങ്ങളിലൊക്കെ നിർമ്മിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പോസിറ്റീവായ രീതിയിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുകയെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടെത്താനും മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകാത്ത കുട്ടിക്ക് പോലും സ്വന്തം ടി വിയിലെ സാധ്യതകളിലൂടെ അതിലേക്കൊക്കെ പോകാനൊക്കെ പറ്റുമ്പോൾ അവന്റെ അറിവ് അല്ല അവന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്, അവന്റെ ഇൻഫർമേഷൻ നോളജ്, ഇതിലെല്ലാം ധാരാളം വർധനവുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവ് സൈഡിലേക്ക് നമുക്ക് പറയാൻ വളരെ കൃത്യമായൊരു പോയിന്റ് ഉണ്ട്. കൂടാതെ ഇത് കലകളുടെയും അതുപോലെ അവന്റെ കഴിവുകളുടെ ഒരു സാക്ഷാത്കാരം, മറ്റു രാജ്യങ്ങളിൽ അല്ലെ മറ്റു വേദികളിൽ കുട്ടികൾ പെർഫോം ചെയ്യുമ്പോൾ അവരെ പോലെ തനിക്കായി മാറാനുള്ള സ്വന്തമായിട്ടുള്ള മോട്ടിവേഷൻ ബിൽഡ് ചെയ്യപ്പെടാൻ അതും ഒരു സാധ്യത. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോകളൊക്കെ കാണുമ്പോഴേക്കും അവിടെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു, അവിടെ മോട്ടിവേഷൻ കിട്ടുന്നു, സപ്പോർട്ട് കിട്ടുന്നു, തനിക്കും അതാകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പാട്ട് പഠിക്കുന്നവരും ഡാൻസ് പഠിക്കുന്നവരും അഭിനയം പഠിക്കുന്നവരുടെയും എണ്ണം കൂടുകയും തങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്നു എന്നുള്ളതൊക്കെ ഇത്തരം ടി വി പ്രോഗ്രാമുകളുടെ തന്നെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിനെ അതല്ലെങ്കിൽ സ്കൂളിംഗ് പെർഫോമൻസിനെ ഒക്കെ എങ്ങനെയാണ് ഈ ടി വിയുടെ സ്വാധീനം നല്ലതായിട്ടാണോ അതോ ചീത്തയായിട്ടാണോ ബാധിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിന്റെ ഒരു പ്രശ്നം നമുക്ക് വിസിബിൾ ആയിട്ട് വരിക. ലേണിംഗ് പ്രോസസ്സിനെ ടി വി സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള നല്ല പ്രോഗ്രാമുകൾ ഉണ്ട്. പക്ഷെ നമ്മുടെ കുട്ടി അത് മാത്രം അതൊഴികെ മറ്റെല്ലാം കാണുന്നുണ്ട്. വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും ഇപ്പൊ കൺസൾട്ടേഷൻ ഒക്കെ വരുന്ന കുട്ടികളുടെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് കുറയുന്നതിൽ, മാർക്ക് കുറയുന്നതിൽ ഇവര് മടി പിടിച്ച് അല്ലെങ്കിൽ ലേസിനെസ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് കിടന്നുകൊണ്ട് വിശാലമായ കിടന്നുകൊണ്ട് അല്ലെ നമുക്ക് അങ്ങനെ ഒക്കെ വേണമെങ്കിൽ പറയാം, ടി വി കണ്ട് ആസ്വദിച്ച് സമയം പോകുമ്പോൾ ഇവരുടെ പഠിക്കേണ്ട പല കാര്യങ്ങളും നാളേക്ക് മാറ്റിവെക്കുന്നത് മാത്രമല്ല ആ ടി വിയുടെ ഇൻഫ്ലുവൻസ് നെഗറ്റീവായിട്ട് ഇവിടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പ്രോസസ്സിൽ പോസിറ്റീവായ സാധ്യതകളാണെങ്കിൽ തന്നെ നമ്മുടെ കുട്ടിക്ക് ആ പോസിറ്റീവായ സാധ്യത ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടോ കൂടുതലായ സമയം ടി വിയുടെ മുമ്പിൽ ചെലവഴിക്കുന്നത് കൊണ്ടോ പഠനത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. ഓക്കെ, അപ്പൊ ശരിക്കും ഇതിനോടനുബന്ധിച്ച് ചോദിക്കാനുള്ള, സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ ഇവരെ സ്വാധീനിക്കുമല്ലോ. അപ്പൊ പെരുമാറ്റ രീതികളെയൊക്കെ സാധാരണ ടി വി സ്വാധീനിക്കാറുണ്ടോ? നമ്മൾ കണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും അത് കണ്ട് നമ്മള് ഗുരുമുഖത്തു നിന്നും പറയുന്നത് കേട്ട് ചെയ്യുക എന്നതിനേക്കാളും എഴുതി വായിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു ബിഹേവിയറിനെ അനുകരിക്കാനുള്ള ഒരു മോഡലിംഗ് പ്രോസസ്സ് പ്രത്യേകിച്ചും കുട്ടികൾക്കുണ്ടാകാം. ടി വിയിലൂടെ വരുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിവേചിച്ചറിഞ്ഞിട്ട് അത് നല്ലത് ചെയ്യുക ചീത്ത മാറ്റിവെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കാണുന്നത് എന്തോ അത് അനുകരിക്കും. അവിടെ കാണുന്നത് വയലൻസ് ആണെങ്കിൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ വയലന്റ് ബിഹേവിയർ പ്രകടമാകും. ഒരാളെ കൊല്ലണം എന്നുള്ള അല്ലെങ്കിൽ പ്രതികാര ചിന്തയോടുകൂടിയുള്ള സിനിമകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളാണ് ഇവൻ സീരിയലിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യപ്പെടുക. കുട്ടികളുടെ ഭാഷയെ ടെലിവിഷൻ സ്വാധീനിക്കുന്നു എന്ന് ഇപ്പൊ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി. ഇവരുടെ ക്രിയാത്മകതയെ എത്രത്തോളം ടെലിവിഷൻ സ്വാധീനിക്കും? ക്രിയാത്മകത എന്ന് പറയുന്ന സംഭവത്തിൽ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ എന്നുള്ളതുകൊണ്ട് നമ്മൾ പണ്ടായിരുന്നെങ്കിൽ
പുറത്തേക്ക് നോക്കുകയും പ്രകൃതിയുടെ തന്നെ വ്യത്യസ്തതകളേക്ക് നോക്കാനും പ്രകൃതിയിലെ പല ചേഞ്ചസ് മനസ്സിലാക്കാനും ഇവൻ കൂട്ടുകാരോടൊന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പൊ ടൗണിലൊക്കെ അത് മിസ്സിംഗ് ആണെങ്കിൽ പോലും നമുക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക അല്ലെ കുട്ടിയും കോലും കളിക്കാൻ പറഞ്ഞ പഴയ കാര്യം കുറച്ചുകൂടെ പുതിയ രീതിയിലുള്ള ഗെയിംസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇന്ററാക്ട് ചെയ്യാനും പല തലങ്ങളിലുള്ള പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്യാനും ആ രീതിയിലുള്ള ഡെവലപ്മെന്റിലുള്ള സാധ്യതകളിലേക്ക് പോകാനും കുട്ടിക്ക് പറ്റാതിരിക്കുകയും കുട്ടി ഈ ടി വിയിൽ മാത്രം നോക്കിയിരിക്കുകയും ചെയ്യുമ്പോൾ അവന് മറ്റു തലങ്ങളിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരേ രീതിയിൽ ഒരു വൺ സൈഡ് പ്രോസസ്സ് മാത്രമായി വരുമ്പോൾ പ്രത്യേകിച്ചും 2 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ ടി വി കാണരുതെന്ന് തന്നെയാണ് പറയുക. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റിനെ കാര്യമായിട്ട് അത് ബാധിക്കുമെന്ന്. തീർച്ചയായിട്ടും ഈ ഒരു മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇവൻ ആളുകളോട് സംസാരിക്കണം, അങ്ങനെയാണ് സോഷ്യൽ സ്കിൽ ഉണ്ടാവുക. വീട്ടുകാരോട് സംസാരിക്കും, വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള പ്രോസസ് ഉണ്ടാകുമ്പോഴാണ് അവന് വീട്ടിൽ ഫാമിലിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായി വരിക. ഇതൊന്നും നടക്കാത്ത രീതിയിൽ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ തലങ്ങളിലും ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാ തലങ്ങളിലും ഇതൊരു പ്രശ്നമായിട്ട് മാറാം. പക്ഷേ ഡോക്ടർ ഇതിനോട് അനുബന്ധിച്ച് ചോദിച്ചോട്ടെ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ മറ്റു പല കാര്യങ്ങളും മനസ്സിലാക്കാത്തൊരു കുട്ടി, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു മയിലിനെ ഒക്കെ തന്നെ കുട്ടി മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ടി വി കൂടെ അല്ലേ? പലപ്പോഴും അങ്ങനെ ചില ഇപ്പൊ പ്രത്യേകിച്ച് 2-3 പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് പലപ്പോഴും ചില അക്ഷരങ്ങളാവാം, ചില വാക്കുകളാവാം, അങ്ങനെയുള്ള ഒരു തലം കൂടിയില്ലേ ഇതിന്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ നെഗറ്റീവായ പ്രോസസ്സ് പറയുമ്പോൾ ഞാൻ ഒരിക്കലും മീഡിയക്കെതിരല്ല. കാരണം നമ്മളിപ്പോൾ മീഡിയയിലൂടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവായ രീതിയിൽ ഇത്തരം ധാരാളം അറിവുകൾ ഈ കുട്ടി കിട്ടുന്നുണ്ട്. ആ കുട്ടിക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. മയിലിനെ കാണാനും കുയിലിനെ കാണാനും ഒരു സിംഹം എങ്ങനെയാണ് ഇര പിടിക്കുന്നത്. പ്രകൃതിയിൽ നമുക്ക് പലതും മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതേസമയം ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ടൗണിലൊക്കെ നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ മനസ്സിലാക്കുന്ന ടി വി കൂടെ ആയിരിക്കും എന്നൊരു കൂടി. ടി വിയിലൂടെ മനസ്സിലാക്കപ്പെടുന്നതിനകത്തും അത് സാധ്യതയാണ്. അതോടൊപ്പം തന്നെ അതൊരു പ്രശ്നവുമാണ്. ടി വിയിലൂടെ മനസ്സിലാക്കും. ഒരു കാലത്ത് പറയുമ്പോഴായിരുന്നു നീ കാണുന്നത് പറയുക, കണ്ടത് സത്യമാണെന്ന് പറയണം. ഇന്ന് നമുക്കറിയാം കണ്ടതെല്ലാം സത്യമല്ല. ഒരുപാട് കാര്യങ്ങൾ എഡിറ്റഡ് പ്രോസസ് ഉണ്ട്. ഞാൻ കണ്ടത് സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാണുന്നത് മാത്രമല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇപ്പൊ വിഷ്വൽ മെമ്മറി ഒരുപക്ഷെ ആക്ടിവേറ്റഡ് ആയേക്കാം. അല്ലെ കാണുന്നു, നമുക്കത് ഇമാജിനേഷൻ ഒരു ഇമേജസ് ആയിട്ട് വരുന്നുണ്ടാകും. ഒരു ഓഡിറ്ററി പ്രോസസ് ഒരുപക്ഷെ വരണം. പക്ഷെ കൈനസ്തെറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവൻ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ബോഡി പ്രോസസ് തന്നെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവൻ കളിക്കുകയും ചിരിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യണം. അതിനെ പന്ത് കളിക്കണം, അല്ലെങ്കിൽ മറ്റു പല തലങ്ങളിലൂടെ ഈ കുട്ടി കടന്നുപോയേ പറ്റൂ. അപ്പൊ ടി വിക്ക് അതിൻ്റെതായ ഒരു കുറച്ച് സമയം നമുക്ക് കൊടുക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ മറ്റ് ആക്ടിവിറ്റീസിലൂടെ ഇവന്റെ ടോട്ടൽ ലെവൽ, ഇവന്റെ കലാപരമായ കഴിവുകൾ, സാഹിത്യപരമായ വാസനകൾ ഇതൊക്കെ ബിൽഡ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടി വി പ്രോസസ്സിനേക്കാളും മറ്റ് ചില മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ഇയർലി പീരീഡിൽ പ്രത്യേകിച്ചും അത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സൈഡ് ഒരു ചക്രമില്ലാത്ത വണ്ടി പോലെയൊക്കെ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ചക്രമില്ലാത്ത വണ്ടിക്ക് എങ്ങനെയാണ് 2 ചക്രം ഘടിപ്പിക്കുന്നത്, ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് നമുക്ക്, അതായത് കുട്ടിക്ക് എങ്ങനെയാണ് ടി വി കുട്ടിയെ നന്നായി കാണിക്കേണ്ടത് തുടങ്ങിയ ഒരുപടി കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുൻപ് നമുക്ക് ഒരു ഇടവേള എടുക്കാം. ഒരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം ടി വി കാണുന്നൊരു സംസ്കാരം ഉണ്ടായി വരേണ്ടത് പേരൻസിൽ തന്നെയാണ്. വനിത കുട്ടികളിൽ ടെലിവിഷനുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നത്.